ഹലോ, ഗുഡ് ഈവനിങ് മൈ ഡിയർ സ്റ്റുഡൻസ്. എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പുതിയ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ചാപ്റ്ററിൻ്റെ പേര് കൂട്ടുകുടുംബം എന്നുള്ളതാണ്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരു കവിതയാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. പാഠം 7, കൂട്ടുകുടുംബം. എന്താണ് പാഠത്തിൻ്റെ പേര്? എല്ലാവരും പറഞ്ഞേ, കൂട്ടുകുടുംബം. എന്താണ് ഈ കൂട്ടുകുടുംബം എന്ന് പറയുന്നത്? നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? ഞാൻ കൂട്ടുകുടുംബത്തിൽ പെട്ടതാണ്, അല്ലെങ്കിൽ ഞാൻ അണുകുടുംബത്തിലാണ് താമസിക്കുന്നത്. എന്താണ് ഈ കൂട്ടുകുടുംബം എന്ന് പറയുന്നത്? ഒരുപാട് ആളുകൾ, ഒരുപാട് അംഗങ്ങൾ വേർപിരിയാതെ ഒന്നിച്ച് താമസിക്കുന്നിടത്തിനെയാണ് കൂട്ടുകുടുംബം എന്ന് പറയുന്നത്. വളരെ സ്നേഹത്തോടു കൂടിയിട്ടാണ് അവിടെ അവരെല്ലാവരും ഒരുമിച്ച് ഒത്തൊരുമയോട് കൂടിയിട്ട് താമസിക്കുന്നത് അല്ലേ? അപ്പോൾ കുറേ അംഗങ്ങളുള്ള ഒരു കുടുംബത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൂട്ടുകുടുംബം എന്ന് പറയുന്നത്. അത് നേരെ ഓപ്പോസിറ്റ് എന്താണ്? അണുകുടുംബമാണല്ലേ? ന്യൂക്ലിയർ ഫാമിലി അല്ലേ? അപ്പോൾ അണുകുടുംബം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ മക്കളും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അണുകുടുംബം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. എന്താണ് കൂട്ടുകുടുംബം, എന്താണ് അണുകുടുംബം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഈ കൂട്ടുകുടുംബത്തെക്കുറിച്ചുള്ള ഒരു കവിതയാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. നമ്മൾ മനുഷ്യന്മാരിൽ മാത്രമല്ല കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുന്നവർ ഉള്ളത്. എവിടെയൊക്കെ ഉണ്ട്? നമ്മുടെ പ്രകൃതിയിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മുടെ പ്രകൃതിയിൽ ഒരുപാട് ജീവജാലങ്ങൾ കൂട്ടുകുടുംബത്തോടു കൂടിയിട്ടാണ് ജീവിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഈ ഒരു കവിത എന്താ പറയുന്നത്? നമുക്കുള്ളിൽ ശാസ്ത്രബോധം ഉണ്ടാക്കുന്ന തരത്തിലുള്ളൊരു കവിതയാണ് കൂട്ടുകുടുംബം എന്നുള്ള കവിത. നമുക്കെല്ലാവർക്കും അറിയാം, ജീവികളുടെ പരസ്പര ബന്ധത്തിൽ നിന്നാണ് ഭൂമിയുടെ നിലനിൽപ്പ് എന്നല്ലേ? അപ്പോൾ ഓരോ ജീവിയും പൊതു ശൃംഖലയിലെ കണ്ണിയാണ്. അവ പരസ്പരം ബന്ധപ്പെടുന്നത് കൊണ്ടാണ് ഭൂമി ഇപ്പോഴും നിലനിൽക്കുന്നത് അല്ലേ? അപ്പോൾ ഭൂമി എന്താണ്? ഒരു കുടുംബമാണ് എന്ന് പറയാം. അപ്പോൾ അതിലെ അംഗങ്ങളാണ് ഇവിടുത്തെ ജീവജാലങ്ങൾ എന്നൊരു വിശാലമായിട്ടുള്ള അർത്ഥത്തിലാണ് കവി ഇവിടെ എന്തുപയോഗിച്ചിട്ടുള്ളത്? കൂട്ടുകുടുംബം എന്നുള്ള ഒരു ഹെഡിങ് ഈ ഒരു കവിതയ്ക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ കവിതയൊന്ന് വായിച്ചു നോക്കാം. വയലോരത്തെ പഴയ കുളം, ഇതു വലിയൊരു കൂട്ടുകുടുംബം. ഉണ്ടിവിടെ പല പ്രാണികൾ, പാമ്പുകൾ, പായൽ കാടുകൾ, മത്സ്യങ്ങൾ. നിന്നിളകുന്നു ജലസസ്യങ്ങൾ, നീന്തി നടപ്പൂ ജന്തുക്കൾ. വരിക നമുക്കീ പഴയൊരു കൂട്ടുകുടുംബം കണ്ടു മടങ്ങി വരാം. വേറെയുമുണ്ടീ കൂട്ടുകുടുംബം, പോറ്റി വളർത്തും ജന്തുക്കൾ. കൊന്നു തിന്നും തിന്നപ്പെട്ടും രക്ഷപ്പെട്ടും കഴിയുന്നോൾ. തങ്ങളിലങ്ങനെ പല ബന്ധത്തിൽ നൂലിഴപാകി കഴിയുന്നോർ. അങ്ങനെ നാം ഈ കൂട്ടുകുടുംബം കണ്ടു മടങ്ങിപ്പോരുമ്പോൾ, ഓർക്കുവിനിതുപോൽ മറ്റൊരു കൂട്ടുകുടുംബം നമ്മൾക്കീ ഭൂമി. അപ്പോൾ നല്ലൊരു കവിതയാണ്. ഒന്നുകൂടെ നമുക്ക് വായിക്കാം. എല്ലാവരും അക്ഷരങ്ങളിലേക്ക് ശ്രദ്ധിച്ചിരിക്കണേ. ആശയം ഒന്ന് മനസ്സിൽ നിന്ന് കണ്ടുവെക്കുക. വയലോരത്തെ പഴയ കുളം, ഇതു വലിയൊരു കൂട്ടുകുടുംബം. ഉണ്ടിവിടെ പല പ്രാണികൾ, പാമ്പുകൾ, പായൽ കാടുകൾ, മത്സ്യങ്ങൾ. നിന്നിളകുന്നു ജലസസ്യങ്ങൾ, നീന്തി നടപ്പൂ ജന്തുക്കൾ. വരിക നമുക്കീ പഴയൊരു കൂട്ടുകുടുംബം കണ്ടു മടങ്ങി വരാം. വേറെയുമുണ്ടീ കൂട്ടുകുടുംബം, പോറ്റി വളർത്തും ജന്തുക്കൾ. കൊന്നും തിന്നും തിന്നപ്പെട്ടും രക്ഷപ്പെട്ടും കഴിയുന്നോർ.
തങ്ങളിൽ അങ്ങനെ പല ബന്ധത്തിൽ നൂലിഴപാകി കഴിയുന്നോർ അങ്ങനെ നാം ഈ കൂട്ടുകുടുംബം കണ്ടു മടങ്ങിപ്പോരുമ്പോൾ ഓർക്കുവിനിതുപോൽ മറ്റൊരു കൂട്ടുകുടുംബം നമ്മൾക്ക് ഈ ഭൂമി. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? എന്താണ് ഈ ഒരു കൂട്ടുകുടുംബം എന്തിനെ പറ്റിയാണ് പറയുന്നത്? മനുഷ്യരുടെ കൂട്ടുകുടുംബത്തെ കുറിച്ചിട്ടല്ല പറയുന്നത്. എന്തിൻ്റെ കൂട്ടുകുടുംബത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? പ്രകൃതിയിൽ ജീവിക്കുന്ന ജീവജാലങ്ങളെ കൂട്ടുകുടുംബത്തോടെ ജീവിക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ആദ്യത്തെ 2 ലൈൻസ് നോക്കുക. വയലോരത്തെ പഴയ കുളം ഇതു വലിയൊരു കൂട്ടുകുടുംബം. അപ്പോൾ വയലിൻ്റെ ഓരം, വയലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലേ, പാടം അല്ലേ. അപ്പോൾ വയലിൻ്റെ ഓരത്തെ, ഓരം എന്ന് പറഞ്ഞാൽ എന്താണ്? അരിക് അല്ലെങ്കിൽ വക്ക് എന്ന് പറയുന്നത്. അപ്പം വയലിൻ്റെ ഓരത്തെ ഒരു പഴയ കുളം ഇത് വലിയൊരു കൂട്ടുകുടുംബമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അതൊരു വലിയ കൂട്ടുകുടുംബമായിരിക്കും എന്ന് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഉണ്ടിവിടെ പല പ്രാണികൾ, പാമ്പുകൾ, പായൽ കാടുകൾ, മത്സ്യങ്ങൾ, നിന്നിളകുന്നു ജലസസ്യങ്ങൾ, നീന്തി നടപ്പു ജന്തുക്കൾ, വരിക നമുക്കീ പഴയൊരു കൂട്ടുകുടുംബം കണ്ടു മടങ്ങി വരാം. അപ്പോൾ എന്തുകൊണ്ടാണ് വയലോരത്തെ കുളം ഒരു കൂട്ടുകുടുംബമാണെന്ന് പറയാനുള്ള കാരണം? അവിടെ പല പ്രാണികളുണ്ടല്ലേ, കീടങ്ങൾ, ജീവികൾ. പ്രാണികൾ എന്ന് പറഞ്ഞാൽ കീടങ്ങളും ജീവികളും ഒക്കെ ഉണ്ടല്ലേ. അപ്പോൾ പാമ്പുകളുണ്ട്, ഈ ഒരു കുളത്തിൽ പാമ്പുകളുണ്ട്. പായൽ കാടുകളുണ്ട്. അപ്പം എന്താ പായൽ കാടുകൾ? എന്താണ് പായൽ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വെള്ളത്തിലുണ്ടാകുന്ന പച്ച നിറമുള്ള ജലസസ്യങ്ങളെ, സസ്യത്തിനെയാണ് പായൽ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈ കുളത്തിൽ എന്തുണ്ടാവും? പായൽ കാടുകളുണ്ടാവും. അതുപോലെ തന്നെ മത്സ്യങ്ങളുണ്ടാവും. നിന്നിളകുന്നു ജലസസ്യങ്ങൾ. അപ്പോൾ അവിടെയുള്ള വെള്ളത്തിലുണ്ടാവുന്ന സസ്യങ്ങളുണ്ടാവും. നീന്തി നടപ്പു ജന്തുക്കൾ, ഒരുപാട് ജന്തുക്കൾ ഇങ്ങനെ നീന്തി നടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊരു ഒരു വലിയൊരു കൂട്ടുകുടുംബമായിട്ടാണ് ആ കുളത്തിൽ ജീവിക്കുന്നത്. പാമ്പുകളും മത്സ്യങ്ങളും അതുപോലെ തന്നെ പ്രാണികളും ജലസസ്യങ്ങളും ഒക്കെ ഒരു കൂട്ടുകുടുംബമായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്, നമ്മുടെ കുളത്തിൽ ജീവിക്കുന്നത്. വരുക നമുക്ക് പഴയൊരു കൂട്ടുകുടുംബം കണ്ടു മടങ്ങി വരാം. അപ്പോൾ നമുക്ക് ഒരു കൂട്ടുകുടുംബം കണ്ട് മടങ്ങി വരാമെന്നാണ് കവി പറയുന്നത്. വേറെയുമുണ്ടീ കൂട്ടുകുടുംബം പോറ്റി വളർത്തും ജന്തുക്കൾ, കൊന്നും തിന്നും തിന്നപ്പെട്ടും രക്ഷപ്പെട്ടും കഴിയുന്നോർ, തങ്ങളിൽ അങ്ങനെ പല ബന്ധത്തിൻ നൂലിഴപാകി കഴിയുന്നോർ, അങ്ങനെ നാം ഈ കൂട്ടുകുടുംബം കണ്ടു മടങ്ങിപ്പോരുമ്പോൾ ഓർക്കുവിനിതുപോൽ മറ്റൊരു കൂട്ടുകുടുംബം നമ്മൾക്ക് ഈ ഭൂമി. പിന്നെ എന്താണ് പറയുന്നത്? ഒരു കുടുംബത്തിനെ കുറിച്ച് കൂടിയാണ് ഇവിടെ പറയുന്നത്. എന്താണ്? നമ്മൾ പ്രകൃതിയിലെ ജീവജാലങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. എന്താണ്? ജീവികൾ ഒന്ന് മറ്റൊന്നിന് ഭക്ഷണമാകുന്നതും അങ്ങനെയാവാതെ രക്ഷപ്പെട്ട് ജീവിക്കുന്ന ജീവജാലങ്ങളെ കുറിച്ചുമാണ് ഇവിടെ പറയുന്നത്. ഇപ്പം നമുക്കറിയാം, ഈ തവള എന്തിനെയാണ് തിന്നുക? ചെറു പ്രാണികളെയൊക്കെയാണ് തവള തിന്നുന്നത്. അപ്പോൾ തവളയെ ആരാണ് തിന്നുക? പാമ്പ് തിന്നും. ഈ പാമ്പിനെ എന്ത് തിന്നും? എന്തെങ്കിലും വേറെ വലിയ വലിയ ജീവജാലങ്ങൾ തിന്നും. അപ്പോൾ ഇങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട് ഒന്നും മറ്റൊന്നിനെ തിന്നാണ് ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെയാവാതെ രക്ഷപ്പെട്ട് ജീവിക്കുന്ന ജീവജാലങ്ങളും എവിടെയുണ്ട്? നമ്മുടെ പ്രകൃതിയിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പം തങ്ങളിൽ അങ്ങനെ പല ബന്ധത്തിൽ നൂലിഴപാകി കഴിയുന്നോർ എന്ന് പറഞ്ഞാൽ എന്താണ് നൂലിഴപാകി കഴിയുക എന്ന് പറയുന്നത്? അങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടാണ് ഓരോ ജീവജാലങ്ങളും എങ്ങനെയാണ് ജീവിക്കുന്നത്? പരസ്പരം ബന്ധപ്പെട്ടാണ് ജീവിക്കുന്നത്. അങ്ങനെ നാം ഈ കൂട്ടുകുടുംബം കണ്ടു മടങ്ങിപ്പോരുമ്പോൾ, അങ്ങനെ നമ്മൾ ഈ ഒരു വലിയൊരു കൂട്ടുകുടുംബം, ജീവജാലങ്ങൾ അടങ്ങുന്ന പ്രകൃതിയിലെ ജീവജാലങ്ങൾ അടങ്ങുന്ന ഈ ഒരു കൂട്ടുകുടുംബം കണ്ടു പോരുന്ന സമയത്ത് ഓർക്കുവിനിതുപോൽ മറ്റൊരു കൂട്ടുകുടുംബം നമ്മൾക്ക് ഈ ഭൂമി. അപ്പോൾ നമ്മൾ ഓർക്കുക, നമുക്ക്
മറ്റൊരു കൂട്ടുകുടുംബമാണ് നമ്മളുടെ ഭൂമി എന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും ഭൂമി ഒരു കൂട്ടുകുടുംബമാണ് എന്ന് പറയാനുള്ള കാരണം? ഒരു ഭൂമിയിൽ ഒരുപാട് ജീവജാലങ്ങൾ എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒത്തൊരുമയോട് കൂടിയിട്ടാണ് ജീവിക്കുന്നത്. നമുക്ക് മനുഷ്യരായാലും അല്ലെങ്കിൽ പ്രകൃതിയിലെ മറ്റ് ജീവജാലങ്ങളായാലും എന്താണ്, എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് നമ്മളുടെ ഈ ഒരു ഭൂമി എന്ന് പറയുന്നത്. അങ്ങനെ പരസ്പര ബന്ധത്തോടു കൂടിയിട്ടാണ് ഈ ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങളും ജീവിക്കുന്നത്. അപ്പോൾ ഈ ഭൂമി എന്താണ്, ഒരു കൂട്ടുകുടുംബമാണ് എന്നാണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കവിത മനസ്സിലായല്ലോ. ഈ കവിതയിലെ അർത്ഥം എന്താണ് നമ്മളോട് പറയുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഈ പ്രകൃതിയിലെ ജീവജാലങ്ങൾ ഒത്തൊരുമയോടുകൂടി ജീവിക്കുന്ന ഒരു കൂട്ടുകുടുംബത്തെക്കുറിച്ചിട്ടാണ് ഈ ഒരു കവിതയിൽ പറയുന്നത്. ഇനി നമുക്ക് ഇതിലെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തത് അർത്ഥം എഴുതുക എന്നുള്ളതാണ്. നമുക്ക് പറയാം. ഒന്നാമത്തെ എന്താണ്? ഓരം. നമ്മൾ ഈ കവിത പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരം എന്ന് പറഞ്ഞാൽ എന്താണ്? അരിക്ക് അല്ലെങ്കിൽ വക്ക്. അരിക്ക് വക്ക്. ഓരം, അരിക്ക്, വക്ക്. ഇനി പ്രാണികൾ. പ്രാണികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കീടങ്ങൾ അല്ലെങ്കിൽ ജീവികൾ. കീടങ്ങൾ അല്ലെങ്കിൽ ജീവികൾ ഇനിയാണ് പ്രാണികൾ എന്ന് പറയുന്നത്. പിന്നെ മത്സ്യം. മത്സ്യം എന്ന് പറഞ്ഞാൽ മീനുകൾ. മത്സ്യങ്ങൾ അല്ലെങ്കിൽ മത്സ്യം എന്ന് പറഞ്ഞാൽ മീൻ. മത്സ്യം, മീൻ. ഇനി അടുത്തത് പോറ്റുക. പോറ്റുക എന്ന് പറഞ്ഞാൽ വളർത്തുക അല്ലെങ്കിൽ രക്ഷിക്കുക. പോറ്റുക എന്ന് പറഞ്ഞാൽ വളർത്തുക അല്ലെങ്കിൽ രക്ഷിക്കുക. ഓരം, അരിക്ക് അല്ലെങ്കിൽ വക്ക്, പ്രാണികൾ, കീടം അല്ലെങ്കിൽ ജീവി, മത്സ്യങ്ങൾ അല്ലെങ്കിൽ മത്സ്യം, മീൻ, പോറ്റുക, വളർത്തുക. മനസ്സിലായല്ലോ? അർത്ഥം എഴുതുക എന്നുള്ളത് മനസ്സിലായല്ലോ അല്ലേ? ഇനി പര്യായം എഴുതാനാണ്. ഭൂമിയുടെയും ജലത്തിൻ്റെയും പര്യായമാണ് എഴുതേണ്ടത്. എന്താണ് ഈ ഭൂമിയുടെ പര്യായം? നമ്മൾ ഒരുപാട് പഠിച്ചതാണ് ഭൂമിയുടെ പര്യായങ്ങൾ. ഏതൊക്കെയാണ്? വസുധ, ഭൂവ്, അവനി. വസുധ, ഭൂവ്, അവനി. വസുധ, ഭൂവ്, അവനി. വസുധ, ഭൂവ്, അവനി. ഇനി അടുത്തത് ജലത്തിൻ്റെയാണ് വേണ്ടത്. ജലം ഏതൊക്കെയാണ്? പയസ്, തോയം, സലിലം. പയസ്, തോയം, സലിലം. പയസ്, തോയം, സലിലം. പയസ്, തോയം, സലിലം. മനസ്സിലായല്ലോ? ഭൂമിയുടേത് വസുധ, ഭൂവ്, അവനി. ജലത്തിൻ്റേത് സലിലം, പയസ്, തോയം. ഇനി മൂന്നാമത്തത് പിരിച്ചെഴുതുക എന്നുള്ളതാണ്. എങ്ങനെയാണ് പിരിച്ചെഴുതുക? വലിയൊരു. എങ്ങനെയാണ് പിരിച്ചെഴുതുക? വലിയ പ്ലസ് ഒരു, വലിയൊരു. വലിയ പ്ലസ് ഒരു, വലിയൊരു. വലിയ പ്ലസ് ഒരു, വലിയൊരു. പായൽ കാടുകൾ. അതെങ്ങനെയാണ് പിരിച്ചെഴുതുക? പായൽ പ്ലസ് കാടുകൾ, പായൽ കാടുകൾ. വലിയ പ്ലസ് ഒരു, വലിയൊരു. പായൽ പ്ലസ് കാടുകൾ, പായൽ കാടുകൾ. ഇനി നാലാമത്തെ നോക്കുക. അർത്ഥവ്യത്യാസം എഴുതുക എന്നുള്ളതാണ്. ഒന്നാമത്തേത് അർത്ഥം, അർത്ഥം. ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഒന്നാമത്തെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? പൊരുൾ എന്നുള്ള അർത്ഥമാണ്. അതിൻ്റെ ആശയം എന്താണ് എന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അർത്ഥം എഴുതുക എന്നുള്ളത്. അപ്പോൾ അർത്ഥം എന്ന് പറഞ്ഞാൽ പൊരുൾ എന്നുള്ളതാണ്. രണ്ടാമത്തെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? പകുതി. അർത്ഥം, അർത്ഥം. ധനുസ് എന്നുള്ളതാണ്. മറ്റേ മിഥുനം എന്നുള്ളതാണ്. ധാണ്. അർത്ഥം, അർത്ഥം. ഒന്നാമത്തെ അർത്ഥത്തിൻ്റെ അർത്ഥം എന്താണ്? പൊരുൾ എന്നുള്ളതാണ്. രണ്ടാമത്തേത് പകുതി എന്നുള്ളതാണ്. മനസ്സിലായല്ലോ? ഇനി അഞ്ചാമത്തേത് മാതൃക പോലെ കണ്ടെത്തി എഴുതുക.
തിന്നും കുടിച്ചും. അപ്പോൾ കണ്ടും എന്നുള്ളത് എങ്ങനെയാണ് എഴുതുക? കണ്ടും കേട്ടും. കണ്ടും കേട്ടും. തിന്നും കുടിച്ചും കണ്ടും കേട്ടും. തിന്നും കുടിച്ചും കണ്ടും കേട്ടും. ചോദിച്ചും പറഞ്ഞും. ചോദിച്ചും പറഞ്ഞും. ചോദിച്ചും പറഞ്ഞും. വന്നും പോയും. വന്നും പോയും. വന്നും പോയും. കണ്ടും കേട്ടും ചോദിച്ചും പറഞ്ഞും വന്നും പോയും. ഇനി അടുത്തത് ആറാമത്തത് ഉത്തരം എഴുതുക എന്നുള്ളതാണ്. വയൽ വക്കിലുള്ള ഒന്നാമത്താണ് വയൽ വക്കിലുള്ള കുളം ഒരു കൂട്ടുകുടുംബമാണെന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ് വയൽ കൂട്ടുകുടുംബമാണ് എന്ന് പറയാനുള്ള കാരണം? അവിടെ പ്രാണികളും പാമ്പുകളും അതുപോലെ ജലസസ്യങ്ങളും ജലത്തിലിരിക്കുന്ന പ്രാണികളൊക്കെ ഒരുപോലെ ഒത്തൊരുമയോട് കൂടിയിട്ടാണ് അവിടെ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് വയലിൻ്റെ ഓരത്തെ കുളത്തെ കൂട്ടുകുടുംബമാണ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് ഭൂമി മറ്റൊരു കൂട്ടുകുടുംബമായി മാറുന്നത് എങ്ങനെയാണ് ഭൂമി മറ്റൊരു കൂട്ടുകുടുംബമായിട്ട് മാറുന്നത്? ഭൂമിയിൽ ഒരുപാട് ജീവജാലങ്ങളുണ്ട്. അവയെല്ലാം ഒത്തൊരുമയോട് കൂടിയിട്ട് അല്ലെങ്കിൽ പരസ്പര ബന്ധത്തോടു കൂടിയിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ഭൂമി ഒരു കൂട്ടുകുടുംബമാണ് എന്ന് പറയാനുള്ള കാരണം. മനസ്സിലായല്ലോ? ഈ 2 ചോദ്യത്തിൻ്റെ ഉത്തരം മനസ്സിലായല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഏഴാമത്തത് ആൽബത്തിൽ ചേർക്കുക എന്നുള്ളതാണ്. ചുവടെ കൊടുത്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ശേഖരിക്കൂ. അടിക്കുറിപ്പ് തയ്യാറാക്കി ചിത്രങ്ങളോടൊപ്പം ആൽബത്തിൽ ചേർക്കുക. അപ്പോൾ നിങ്ങൾ ആൽബം തയ്യാറാക്കേണ്ടതില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? തേനീച്ച എന്ന് എഴുതിയിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക? അതിൽ എഴുതുക. ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞുതരാം. തേനീച്ചയെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ തേനീച്ച നിങ്ങൾ ഹെഡിങ് എഴുതും. അതിനുശേഷം നിങ്ങൾക്ക് ചിത്രങ്ങൾ കിട്ടുകയാണെങ്കിൽ തേനീച്ചയുടെ ചിത്രം അവിടെ താഴെ ഒട്ടിക്കും. എന്നിട്ട് എന്ത് എഴുതും? ഷഡ്പദവർഗത്തിലെ ഭ്രമരഗോത്രത്തിൽപ്പെട്ട ജീവിയാണ് തേനീച്ച. ശിരസും ഉരസും ഉദരവും ഉൾപ്പെട്ടതാണ് തേനീച്ചയുടെ ശരീരഘടന. ശിരസിൻ്റെ ഉപരിഭാഗത്ത് 2 സ്പർശിനികൾ ഉണ്ട്. ഇവ സംവേദിനികൾ കൂടിയാണ്. അയോഭാഗത്താണ് വദനേന്ദ്രിയങ്ങൾ. ഒരു ജോഡി ശക്തിമത്തായ ഹനുക്കളും മറ്റു ഭാഗങ്ങൾ ഒത്തുചേർന്ന ഒരു നാക്കുമാണ് വദനാവയവങ്ങൾ. വലിയ 2 കണ്ണുകൾ തലയിലുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഒരു കുറിപ്പ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ തേനീച്ചയെക്കുറിച്ച് എഴുതണം, മണ്ണിനെക്കുറിച്ച് എഴുതണം, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എഴുതിയിട്ട് അതിൻ്റെ താഴെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ ഒരു ചിത്രം ശേഖരിച്ചൊട്ടിക്കുക. എന്നിട്ട് അതിനൊരു അടിക്കുറിപ്പ് നൽകുക. അത് നിങ്ങൾ ചെയ്യാൻ പറ്റില്ലേ? വിവരങ്ങൾ നിങ്ങൾ ശേഖരിച്ചാൽ മതി. ഇനി എട്ടാമത്തത് ചാർട്ടുകളും പോസ്റ്ററുകളും തയ്യാറാക്കുക എന്നുള്ളതാണ്. പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ചാർട്ടുകളും പോസ്റ്ററുകളും തയ്യാറാക്കുക. എങ്ങനെയാണ് പോസ്റ്ററുകൾ തയ്യാറാക്കുക? ഒരു പേപ്പർ എടുത്തിട്ട് അത് നല്ല കളറൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് പോസ്റ്ററുകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ പരിസ്ഥിതി എങ്ങനെയൊക്കെയാണ് സംരക്ഷിക്കേണ്ടത് എന്ന് വെച്ചിട്ടുള്ളൊരു പോസ്റ്ററാണ് അല്ലെങ്കിൽ ചാർട്ടുകളാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ മലിനമായ ജലം മഞ്ഞപ്പിത്തം ഉണ്ടാക്കും എന്നുള്ളത് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ളൊരു പോസ്റ്ററാണ്. അപ്പോൾ അതിന് ചിത്രം വരയ്ക്കാം അല്ലെങ്കിൽ ഒട്ടിക്കാം? ഒരു കുട്ടിയുടെ ചിത്രം തുറന്നു വെച്ചിരിക്കുന്ന മലിനവസ്തുക്കളുമായി എടുത്ത് ഒരു കുട്ടി ഇരിക്കുന്നത് ചിത്രം എന്താണ്? ഒരു ചിത്രം ഈ ഒരു ആശയവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പോസ്റ്ററാണ് അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്ററാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. ഇനി
ഒമ്പതാമത്തത് ഖണ്ഡിക തയ്യാറാക്കുക. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ച് ഖണ്ഡിക തയ്യാറാക്കുക. എന്താണ് ഖണ്ഡിക എന്ന് പറയുന്നത്? പാരഗ്രാഫിനെയാണ് മലയാളത്തിൽ ഖണ്ഡിക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്താണ് ഇതിൽ പറയുന്നത്? എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? ഈ ചിത്രത്തിൽ നിങ്ങൾ കണ്ടോ? ഇതാ ഒരു ഫാക്ടറികളിൽ നിന്ന് എന്ത് പോകുന്നു? പുക പോവുകയാണ് ചെയ്യുന്നത്. കണ്ടോ? ഈ ഒരു കറുത്തത് പുകയാണല്ലേ? അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? മാലിന്യ പ്രശ്നം തന്നെയാണ് ഈ ഒരു ചിത്രം സൂചിപ്പിക്കുന്നത്. എന്താണ്? ഫാക്ടറിയിൽ നിന്ന് വരുന്ന പുകയുടെ ശക്തിയിൽ പരിസരത്തുള്ളവരുടെ ആരോഗ്യം ക്ഷയിക്കുകയാണ് ചെയ്യുന്നത്. കേട്ടോ, ഇവിടെ എന്താ ഒരു കുട്ടി ഇരിക്കുന്നത് കണ്ടോ? അവൻ്റെ ശരീരം എങ്ങനെയാണ്? വളരെ ശോഷിച്ചു പോയിട്ടുള്ളൊരു ശരീരമാണുള്ളത് അല്ലേ? അപ്പോൾ ഫാക്ടറിയിൽ നിന്ന് വരുന്ന പുകയുടെ ശക്തിയിലാണ് ആ ഒരു പരിസരത്തുള്ള ആളുകൾ ഇങ്ങനെ ആരോഗ്യം ക്ഷയിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇവിടെ എന്താണ്? ഒരു പുക മലിനീകരണമാണ്. പരിസ്ഥിതി പ്രശ്നം തന്നെയാണല്ലേ പുക മലിനീകരണം. അപ്പോൾ ഒരു പുക മലിനീകരണമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അവയുടെ പരിഹാരം എങ്ങനെയാണ്? ആ ഒരു പുക മലിനീകരണത്തിന് പരിഹാരം ഉണ്ടാക്കുക എന്നൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് എഴുതേണ്ടത്? ഈ ചിത്രം പരിശോധിച്ചിട്ട് ഒരു പാരഗ്രാഫിൽ നിങ്ങൾ എഴുതേണ്ടത്. മനസ്സിലായല്ലോ? ആദ്യം തന്നെ ചിത്രത്തിൽ നിങ്ങൾ എന്താണ് കാണുന്നത് എന്ന് എഴുതുക. അതിനുശേഷം അതിന് നിങ്ങൾക്ക് എങ്ങനെയാണ് പരിഹാരം കാണാൻ സാധിക്കുക എന്നത് കൂടിയിട്ട് എഴുതുക. ഓക്കെ. ഇനി ചുമർ പത്രിക തയ്യാറാക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ തയ്യാറാക്കേണ്ടതില്ല. ചുമർ പത്രിക എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതെന്താണെന്ന് വെച്ചാൽ ഒരു ചാർട്ടിൽ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രങ്ങളും അതുപോലെ തന്നെ വിവരണങ്ങളൊക്കെ ഉള്ളതാണ് ചുമർ പത്രിക എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു മാതൃക കാണിച്ചു തരാം. ഇത് കണ്ടോ? ഇത് ഞാറ്റുവേലയുമായി ബന്ധപ്പെട്ട ഒരു ചുമർ പത്രികയാണ്. ഇവിടെ ഞാറ്റുവേല എന്താണ് എന്നും അതുപോലെ തന്നെ അതിലെന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ, പിന്നെ ഞാറ്റുവേലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഒരു ചുമർ പത്രിക തയ്യാറാക്കേണ്ടത്. അപ്പോൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ചുമർ പത്രിക തയ്യാറാക്കുന്ന സമയത്ത് എന്തൊക്കെ ഉൾപ്പെടുത്താം? പരിസ്ഥിതി കവിതകൾ, പോസ്റ്ററുകൾ, നിവേദനങ്ങൾ, റിപ്പോർട്ടുകൾ, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ലേഖനങ്ങൾ, ശാസ്ത്രജ്ഞരുടെ ചിത്രങ്ങളൊക്കെ ഈ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടുള്ള ചുമർ പത്രികയിൽ നമുക്ക് ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ചുമർ പത്രിക തയ്യാറാക്കുക എന്നുള്ളത് കുറച്ചൊരു ടഫായിട്ടുള്ള കാര്യമാണല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുള്ള സമയത്താണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഗ്രൂപ്പായിട്ട് ചുമർ പത്രിക തയ്യാറാക്കാൻ സാധിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ നിങ്ങളത് ചെയ്യേണ്ടതില്ല. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. എന്താ വെച്ചാൽ ആശുപത്രിയും ചന്തയും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് സന്ദർശിക്കാനോ കഴിയില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അതിന് പകരമായിട്ട് ഞാനൊരു പ്രവർത്തനം നിങ്ങൾക്ക് തരാം. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ എല്ലാവരും ആശുപത്രി സന്ദർശിക്കുന്നവരാണല്ലേ? അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് കണ്ടിട്ടുണ്ടാവും? ഒരുപാട് മലിനീകരണ പ്രശ്നങ്ങൾ, മലിനീകരണം സൃഷ്ടിക്കുന്ന ഘടകങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ആശുപത്രി മലിനമാവുന്നത് എന്ന് വെച്ചിട്ട് ഒരു കുറിപ്പ് നിങ്ങൾ തയ്യാറാക്കുക. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾ രണ്ടും തയ്യാറാക്കേണ്ടതില്ല. ആശുപത്രി എങ്ങനെയാണ് മലിനമാക്കപ്പെടുന്നത്, അത് എന്തൊക്കെ ഘടകങ്ങൾ കൊണ്ടിട്ടാണ് മലിനമാക്കപ്പെടുന്നത് എന്നുള്ളൊരു കുറിപ്പാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. ഒരു റിപ്പോർട്ടായിട്ട് അല്ലെങ്കിൽ ഒരു കുറിപ്പാക്കിയിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ. അപ്പോൾ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഇന്നടുത്ത പാഠഭാഗവും അതിലെ പ്രവർത്തനങ്ങളും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് പ്രവർത്തനങ്ങളിലോ അല്ലെങ്കിൽ പാഠഭാഗത്തോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഓക്കെ. താങ്ക് യു. ബൈ.